5 മാസക്കാലം കേരളത്തിൻ്റെ വളർത്തുപുത്രിയായി ജീവിച്ച തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ കഴിഞ്ഞ അവിടെ വളർന്ന അസം സ്വദേശി തസ്മിത് സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് പോകണമെന്ന് കുട്ടിയെ ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് CWC അനുമതി നൽകിയതാണ്. കഴക്കൂട്ടത്തു നിന്ന് കാണാതായ ഈ 13 വയസ്സുകാരിയെ 24-ന്റെ ഇടപെടലിനെ തുടർന്നാണ് 37 മണിക്കൂറിന് ശേഷം വിശാഖപട്ടണത്തു നിന്നും അന്ന് കണ്ടെത്തിയത്. അലക്സ് നടത്തിയ ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ മലയാളി സമാജം പ്രവർത്തകരുടെ സഹായത്തോടുകൂടി ഈ കുട്ടിയെ കണ്ടെത്താൻ 24-ന് കഴിഞ്ഞിരിക്കുന്നത്. ആ കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു, 24 സംഘം രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങളിതാ തിരിച്ചു കൊണ്ടുവരുന്നു കേരളത്തിലേക്ക്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഞങ്ങളിതാ കൊണ്ടുവരുന്നു. കഴിഞ്ഞ 5 മാസക്കാലം കൊണ്ട് തൈക്കാട് ശിശുക്ഷേമ സമിതിയിലെ ബാലികാ മന്ദിരം അവൾക്ക് വീടായി മാറി. ചേർത്തു നിർത്താൻ അമ്മമാരെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും കിട്ടി. പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ 7ാം ക്ലാസ്സിൽ ചേർന്നു. മലയാളം പഠിച്ചു. കലോത്സവങ്ങളിലും സാംസ്കാരിക പരിപാടികളിലും നിറസാന്നിധ്യമായി. അതിനിടെയാണ് ആസാമിലേക്ക് മടങ്ങിയ മാതാപിതാക്കൾക്കൊപ്പം പോകണമെന്ന ആഗ്രഹം അവളിൽ ഉടലെടുത്തത്. 5 മാസം എനിക്ക് അച്ഛനമ്മ കാണാനില്ല. അച്ഛനമ്മ കാണാൻ ആഗ്രഹം തോന്നിട്ട് പോവാണോ? കാണാണ്ട് തിരിച്ചു വരും പറഞ്ഞു. തിരിച്ചു വരുമോ? എപ്പം തിരിച്ചു വരും? ആരല്ല ഇപ്പം ഞാൻ വരും. കുട്ടിക്കാരെ ഇഷ്ടം കൊല്ലം. മലയാളമൊക്കെ ആരാ പഠിപ്പിച്ചത്? ഞാൻ ആര് പഠിപ്പിച്ചിരുന്നു? ഞാൻ കുറച്ച് പഠിപ്പിച്ചിരുന്നു. ഇവരെ മിസ് ചെയ്യുന്നതിന് സങ്കടം ഉണ്ടോ? ഒരു കുഞ്ഞുമോള് അനിയത്തി കരയുന്നുണ്ടോ? കരഞ്ഞ ഇത് എനിക്ക് ഇഷ്ടമാണ്. ചേച്ചി ഇവിടെ ഏതൊക്കെ അമ്മമാരാ നോക്കിയത്? 6 അമ്മമാര് സോനിയമ്മ, സുമാമ്മ, സുധാമ്മ, ആഷാമ്മ, അച്ചുഅമ്മ, ജയമ്മ. പൊന്നുപോലെ നോക്കിയോ? നോക്കി. സന്തോഷാക്കിയോ? സന്തോഷം. തസ്മിത്തിന് വികാര നിർഭരമായ യാത്രയയപ്പ് നൽകി ശിശുക്ഷേമ സമിതി. ആ ദിവസവും അലക്സിനെ പോലെ തന്നെ, പക്ഷേ അലക്സിനെ ഒരു പക്ഷേ അതിവൈകാരികമായിരിക്കും. ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നതാണ്. കുട്ടിയെ കണ്ടെത്തിയെന്ന സന്തോഷകരമായ വാർത്ത അറിയുന്നു. അതിനുശേഷം വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് ശിശുക്ഷേമ സമിതി ആ കുട്ടിയുടെ പരിചരണം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കും. അന്നും എനിക്ക് തോന്നുന്നു അലക്സ് ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. സ്കൂളിലേക്ക് ചേർക്കുന്ന ആ നിമിഷം, അതായത് അലക്സ് ഈ കുട്ടിയോടൊപ്പം തന്നെ സഞ്ചരിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ എല്ലാ സന്തോഷത്തിലും അലക്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അവൾക്ക് മലയാളം ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ സംസാരിക്കുന്ന കേട്ട് അവൾ പഠിച്ച് ഇപ്പം കുറച്ച് നന്നായി. സാധാരണ ഇങ്ങനെ ഹിന്ദി കുട്ടികളൊന്നും പെട്ടെന്ന് മലയാളം സംസാരിക്കത്തില്ല. പക്ഷെ അവളിപ്പം ഒരു ഇതൊക്കെ നന്നായിട്ട് പറഞ്ഞ് നമ്മൾക്ക് മനസ്സിലാക്കി തരും. ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാര്യം ഞങ്ങൾക്ക് 36 മക്കളുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഒരു മോള് പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വിഷമം വരും. കാര്യം ഞങ്ങൾ ഒരു കുടുംബമായിട്ട് ഒരു വീട്ടിൽ നമ്മൾ കഴിയുന്നതാണല്ലോ. തസ്മിത്തിന് എപ്പോൾ വേണമെങ്കിലും കേരളത്തിലേക്ക് മടങ്ങി വരാമെന്ന CWC ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാനിബ ബീഗം. അവളിപ്പോൾ പറയുന്നു പോയിട്ട് വരും എന്നാണ്. വരട്ടെ, പോയിട്ട് വന്നാലും നമ്മളപ്പോൾ കൈ നീട്ടി അവളെ സ്വീകരിക്കും. മലയാളമൊക്കെ പഠിച്ചു, സന്തോഷവതിയാണ്. അപ്പം നമുക്കും അത് ഭയങ്കര പക്ഷേ പോകുമ്പോൾ എന്തോ ഒരു സ്വാഭാവികമായൊരു ചെറിയ വേദന. അത് എന്നാലും അവളുടെ പാരൻസിൻ്റെ അടുത്തേക്കല്ലേ പോണത്. അവളുടെ സന്തോഷം തന്നെയാണ് നമ്മുടെ സന്തോഷം. സമിതി ജനറൽ സെക്രട്ടറി GL അരുൺഗോപിക്കും മാനേജർ സരിതയ്ക്കുമൊപ്പം വിമാനമാർഗം കുട്ടി ആസാമിലെത്തും. ഗുവാഹത്തിയിൽ നിന്ന് 4.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ഹോജായ് എന്ന സ്ഥലത്താണ് കുട്ടിയുടെ വീട്. അവിടുത്തെ CWCയുമായി ബന്ധപ്പെട്ട് പ്രത്യേക സിറ്റിംഗ് കൂടിയതിനു ശേഷം കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയക്കും. ഹൃദയം നിറയുന്നു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമുക്കും വലിയ സന്തോഷമാണ്. ഈ അസം കുട്ടി കണ്ടുപിടിക്കാൻ നിർണായകമായ പങ്കാണ് അലക്സ് റാം വഹിച്ചത്. മാത്രമല്ല വിദേശത്തുള്ള മറുനാട്ടിലുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളും തസ്മിതിനെ ലൊക്കേറ്റ് ചെയ്യാൻ വളരെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ആ സമയത്ത് നമ്മൾ അത് നിരന്തരമായി സംപ്രേഷണം ചെയ്ത് ഈ കുട്ടിയെ കണ്ടുപിടിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുന്നു. ഇപ്പോൾ തസ്മിത് അവളുടെ സ്വന്തം നാടായ അസമിലേക്ക് പോകുമ്പോൾ അവൾക്ക് എല്ലാ ആശംസകളും നമ്മൾ നേരുന്നു. നല്ലൊരു ജീവിതം അവൾക്കുണ്ടാകട്ടെ എന്നാണ് നമുക്ക് ഈ 13-കാരിയോട് ഇപ്പോൾ നമുക്ക് പറയാനാകുന്നത്.